വചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, എളിമ എന്ന വലിയൊരു പുണ്യം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നീ സ്വർഗം തുറന്ന് കൃപ ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എളിമയുടെ നിറകുടമേ, ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചോളണമേ. ആമേ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 48-ാം വചനം ഇങ്ങനെ പറയുന്നു: അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശരിക്കും മറിയത്തെ നമുക്ക് നോക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുക്കാനായിട്ട് ഏറ്റവും വലിയൊരു കാരണം, മറിയത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് എളിമയാണ്. അല്ലേ, നമ്മളൊരു പാട്ട് പോലും പാടുന്നുണ്ട്, എളിമയെന്ന പരമപുണ്യം തരണമെൻ്റെ അമ്മേ ഈ എളിയ ദാസർക്കായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ട്. ശരിക്കും ഈ ഒരു പുണ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കി എടുക്കേണ്ടതാണ്. അങ്ങനെ ആ ഒരു പുണ്യം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പം നമുക്കറിയാം, ഈ ദൈവപിതാവിന് ഒരു പക്ഷേ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യ വ്യക്തി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയായിരിക്കും. പരിശുദ്ധ അമ്മയായിരിക്കും. ഫാദർ ഗബ്രിയേൽ അമോർത്ത് എഴുതിയ ഒരു മനോഹരമായ ഒരു പുസ്തകമുണ്ട്, ഒരു ഭൂതോച്ചാടകൻ്റെ അൻ എക്സോസിസ്റ്റ് ടെൽ ഹിസ് സ്റ്റോറി. അപ്പം അതിനകത്ത് നമുക്കറിയാം, ഫാദർ ഗബ്രിയേൽ അമോർത്ത് നമ്മുടെ സഭയിൽ ഏറ്റവും വലിയൊരു ഭൂതോച്ചാടകനായ വൈദികനായിരുന്നു. അപ്പം ആ വൈദികൻ്റെ കുറേ ജീവിത അനുഭവങ്ങൾ വൈദികൻ ഷെയർ ചെയ്തിരിക്കുകയാണ്. ഈ ഭൂതോച്ചാടന വേളയിൽ ഒരു പിശാചിനോട് ഇങ്ങനെ ചോദിച്ചു, നിനക്ക് ഈ മറിയത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നീ എന്തിനാണ് ഇതുപോലെ വയലൻ്റ് ആവുന്നേ? അതിൻ്റെ പിശാച് പറഞ്ഞ മറുപടി ഇതാണ്, അച്ഛൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്: യേശുവിൻ്റെ നാമത്തിൽ നീ എന്നെ എന്ത് വേണേൽ ചെയ്തോ, കാരണം അത് ദൈവപുത്രൻ്റെ നാമമാണ്, അതിന് എനിക്ക് അഭിമാനമേ ഉള്ളൂ. പക്ഷേ ഒരു മറിയം ഒരു മനുഷ്യ സ്ത്രീയുടെ നാമമാണ്, അത് പറഞ്ഞ് എന്നെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എന്നാൽ പിശാചിന് ഏറ്റവും വെറുപ്പുള്ള ഒരു നാമം മറിയത്തിൻ്റെ നാമമാണ്. ഇപ്പം എനിക്ക് എൻ്റെ കൺമുമ്പിൽ വെച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പണ്ട് ഈ ശുശ്രൂഷയുടെയൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു കുഞ്ഞിനെ പ്രാർത്ഥിക്കാനായിട്ടൊരു ഫാമിലി കൊണ്ടുവന്നു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ഇങ്ങനെ തലയിലോട്ട് കൈവച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിങ്ങനെ ശാന്തമായിട്ട് അങ്ങ് കിടന്നങ്ങ് ഉറങ്ങുക. പിന്നെ മണിക്കൂർ കണക്കിന് ഈ കുഞ്ഞ് കിടന്നങ്ങ് ഉറങ്ങും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പതുക്കെ ഈ കുഞ്ഞങ്ങ് എണീറ്റ് വരും. അപ്പം ഇതിന് അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പിച്ചുമ്പയൊക്കെ ഇത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ആത്മീയ ഗുരുവുണ്ട്. അപ്പം ആൾ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഇതങ്ങ് താഴെ വീണു ഇതിങ്ങനെ കിടക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സൈഡിലിങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് ഈ കുഞ്ഞ് പതുക്കെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്. പക്ഷേ ഇത് ഈ പാമ്പിനെ പോലെയൊക്കെ അങ്ങ് ചീറ്റാൻ തുടങ്ങി. ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഈ പാമ്പൊക്കെ ഇങ്ങനെ വന്ന് കൊത്തുന്ന പോലെയൊക്കെ കാണിക്കാൻ തുടങ്ങി, പാമ്പിനെ പോലെയൊക്കെ ഒന്ന് ചീറ്റാൻ തുടങ്ങി. അത് കംപ്ലീറ്റ് ഇങ്ങനെ മയങ്ങി കിടക്കുകയാണ്. അപ്പോൾ പതുക്കെ ഞങ്ങൾ ചെയ്തൊരു കാര്യം, ഇതിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇതിൻ്റെ ചെവിയിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ കുഞ്ഞ് കാണിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ ഈ ചെവി മൊത്തം കൂടി ഇങ്ങനെ ചുരുട്ടി ഇതിനകത്തോട്ട് ഇങ്ങനെ കുത്തി കയറ്റിയിട്ട് തള്ളവറിൽ ഇങ്ങനെ ചെവിക്കകത്തോട്ട് ഇങ്ങനെ കുത്തി കയറ്റുക. ഈ പേര് കേൾക്കുന്നില്ല, പക്ഷേ കുഞ്ഞിങ്ങനെ മയങ്ങി കിടക്കുകയാണ്. ഇത് കേൾക്കാൻ പറ്റുന്നില്ല ഈ കുഞ്ഞിന്. മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതങ്ങ് വയലൻ്റ് ആവുമോ? കാരണം അന്നാണ് മനസ്സിലാവുന്നത്. കാരണം പിശാച് ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു നാമം മറിയത്തിൻ്റെ നാമമാണ്. അത് ഭയക്കാൻ കാരണം മറിയത്തിൻ്റെ എളിമയാണ്. ആ എളിമ എന്ന ഒരു നിറകുടത്തിൻ്റെ ഉടമയാണ് മറിയമെന്ന് പറയുന്നത്. ആ എളിമയുള്ളത് കൊണ്ടാണ് അമ്മ ഇങ്ങനെ പറഞ്ഞത്, അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. കാരണം അവിടുന്ന് സൗന്ദര്യത്തെയോ പേരിനെയോ കുലമഹിമയോ ഒന്നും അല്ല കടാക്ഷിക്കുന്നത്, അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ ഉയർന്നു വരണമെങ്കിൽ, ജീവിതത്തിൻ്റെ പടികൾ നമ്മൾ ചവിട്ടിക്കയറണമെങ്കിൽ എളിമ എന്ന പുണ്യത്തിൽ നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് എളിമ? നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട് എളിമപ്പെടണം. യഥാർത്ഥത്തിൽ എന്താ എളിമ എന്ന് പറയുന്ന സാധനം എന്താണ്? ശരിക്കും എളിമ എന്ന് പറയുന്നത് തന്നെ, അതായത് എന്നെ തന്നെ ഒരു മാറ്റത്തിന് ഞാൻ വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ, സ്വയം തിരുത്തലിന് ഞാൻ എന്നെ വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എളിമപ്പെടൽ എന്ന് പറയുന്നത്. സ്വയം തിരുത്തലിന് എന്ന് വെച്ചാൽ എൻ്റേതായിട്ടുള്ള ഭാവങ്ങൾ, എൻ്റേതായിട്ടുള്ള കുറേ ചിന്താഗതികൾ മാറ്റി വെച്ചിട്ട് ഞാൻ എന്നെ തന്നെ തിരുത്തി. കാരണം എൻ്റേതായിട്ടുള്ളൊരു ചിന്താഗതിയിൽ ഞാനൊരു കംഫോർട്ടാണ്, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഇതിങ്ങനെയാണ്, അങ്ങനെ ഒരു കംഫോർട്ട് സോൺ ഞാൻ ഇങ്ങനെ ആക്കി ഇരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. നമ്മളിങ്ങനെ ചിന്തിക്കുക, എൻ്റെ വൈഫ് ഇങ്ങനെയാണ്, അല്ലെ അപ്പൻ ഇങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണ്, മക്കളിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഒരു ചിന്താ വലയത്തിനുള്ളിൽ അവരെ ആക്കി വെച്ചേക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ക്യാരക്ടറൈസ് ചെയ്തേക്കുക, ഇവരിങ്ങനെയാണ്,
അല്ലെ ഇവരിങ്ങനെ ആവണം എന്ന് നമ്മൾ വാശി പിടിക്കും. എൻ്റെ പിള്ളേർ ഇതുപോലെ തന്നെ ആവണം എന്ന് നമ്മൾ വാശി പിടിക്കും, കർക്കശം പിടിക്കും. അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇങ്ങനെ ആവണം, കർക്കശം പിടിക്കും. അവിടെയൊക്കെ നമുക്കൊരു അഹങ്കാരമുണ്ട് നമ്മുടെ ഉള്ളിൽ. അഹങ്കാരം ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ കർക്കശം പിടിക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ പറയുന്നത് ചെയ്യണം, ഞാൻ പറയുന്നത് അനുസരിക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കും. ഇനി എനിക്ക് കോപം വരുന്നതിനും കാരണം എൻ്റെ ഉള്ളിൽ ഈ അഹങ്കാരം ഉള്ളത് കൊണ്ടാണ്. ഞാൻ എന്തോ ആണല്ലോ, അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം ഇവർ നിഷേധിക്കാൻ പറ്റുമോ? ഇവർ നിഷേധിക്കാൻ ഇവരാരാണ്? അല്ലെങ്കിൽ എന്നെ അനുസരിച്ചില്ല. നമ്മളൊക്കെ ഓഫീസിൽ ഞാനൊരു മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പണ്ടൊക്കെ പലപ്പോഴും നമ്മളിങ്ങനെ വിഷയം ഉണ്ടാക്കുമായിരുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം അനുസരിച്ചില്ല. നമ്മുടെ അഹങ്കാരം ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുത്തും. അതുപോലെ തന്നെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ, ഒരു സ്റ്റാറ്റസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട്, അതും എൻ്റെ ഒരു അഹങ്കാരമാണ്. എപ്പോഴും ഞാൻ പറയും എം.ടെക്കാരനാണ്. ഒരു എം.ടെക് അതൊരു അഹങ്കാരമാണ്. അല്ലെ നമ്മുടെ വീട്ടുപേരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അഹങ്കാരമാണ്. അല്ലെ ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് നമ്മൾ ഭയങ്കര അഹങ്കാരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒക്കെ ഒരു എളിമപ്പെടലിലേക്ക് നമ്മൾ വരുന്നില്ല, സ്വയം തിരുത്താനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. ഞാനും എൻ്റെ ജീവിതത്തിൽ ഭയങ്കര അഹങ്കാരിയായിരുന്നു. ശരിക്കും ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഒരു ടോക്ക് എടുക്കുമ്പോൾ ഒത്തിരി പേര് വന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു, നമ്പരൊക്കെ ചോദിക്കുന്നു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നമുക്കും ഭയങ്കര അഹങ്കാരമാണ്, അഹങ്കാരത്തിൻ്റെ നെടുമുടി. അപ്പം നമ്മൾ എന്തോ ആണ് അങ്ങനെയൊക്കെ ഒരു ചിന്തയിൽ പോയ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2011-12 ആ കാലഘട്ടങ്ങളിലൊക്കെയാണ്. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി നാളിങ്ങനെ കേട്ടുകേൾവിയുള്ള ഒരു സിസ്റ്ററിനെ കുറിച്ച് ഞാൻ കേട്ടു. അപ്പോൾ സിസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെ പഞ്ചക്ഷതങ്ങൾ ഒക്കെ ഉള്ള നല്ലൊരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള നല്ലൊരു വിശുദ്ധയായിട്ടുള്ള ഒരു സിസ്റ്ററാണ്. അപ്പോൾ ഈ സിസ്റ്ററിനെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ ഈ സിസ്റ്ററിനെ കാണാൻ ആഗ്രഹിച്ച് ഒരു വെള്ളിയാഴ്ച ഈ സിസ്റ്ററിൻ്റെ കോൺവെൻറ്റിൽ കയറി ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സിസ്റ്ററിനെ നോക്കുന്നൊരു സിസ്റ്ററെ വന്ന് പറഞ്ഞു, വെള്ളിയാഴ്ച സാധാരണ സിസ്റ്ററിനെ ആർക്കും കാണാൻ പറ്റത്തില്ല, ആരെയും കാണത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആരെയും കാണില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര വിഷമമായി. കാരണം അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇതുപോലെ കേരളത്തിൽ നിന്ന് വന്നതാ, ആരെയും കാണില്ലെന്ന് പറഞ്ഞു. കാരണം ആ സിസ്റ്ററിന് ഇങ്ങനെ പഞ്ചക്ഷതങ്ങളുണ്ടാകുന്ന ഈ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഊസ് ചെയ്യും. അപ്പം അങ്ങനെ ബാക്കി ദിവസങ്ങളിലൊക്കെ മുറിവുണ്ടാവും, ബ്ലഡ് വരില്ല. അപ്പം അങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ഒന്നും ആരെയും അങ്ങനെ കാണാറില്ല. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം വരുമ്പോൾ ഞാനിങ്ങനെ ഈ ദുഃഖത്തിൻ്റെ രഹസ്യം ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ അതിങ്ങനെ ചാപ്പലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 4-ാം രഹസ്യം യേശു കുരിശ് ചുമക്കുന്ന അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സിസ്റ്റർ ഓടി വന്ന് പറഞ്ഞു, മേളോട്ട് വരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കൊന്തയെടുത്ത് പോക്കറ്റിട്ട് ഓടി ആ സ്റ്റെയർ കയറി മുകളിൽ കയറിയപ്പോഴത്തേക്ക് ഒരു കൊറിഡോറാണ്. അപ്പോൾ അതിൻ്റെ അങ്ങേ അറ്റത്തെ റൂമിൽ നിന്ന് ഈ സിസ്റ്റർ പയ്യെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അസാധാരണമായ ഒരു സുഗന്ധം വീശാൻ തുടങ്ങി. അങ്ങനത്തെ പെർഫ്യൂമൊന്നുമില്ല. ആ സുഗന്ധത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് ജസ്റ്റ് നമ്മൾ സ്മെല്ല് ചെയ്ത ഉടനെ നമ്മുടെ ഹൃദയം പൊട്ടി അങ്ങ് കരയാൻ തുടങ്ങും. എന്താ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മളിങ്ങനെ ചങ്ക് പൊട്ടി അങ്ങ് കരയാൻ തുടങ്ങുകയാണ്. കാരണം അങ്ങനത്തെ ഒരു സ്മെല്ല് വേറെ എങ്ങും കിട്ടിയിട്ടില്ല. അതിൻ്റെ പ്രത്യേകത ഇതാണ്, ഞാനൊന്നുമല്ല എന്നൊരു തോന്നലിലേക്ക് നമ്മളിങ്ങനെ പോകും. ഒരു ഈ കണ്ണാടിച്ചിലൊക്കെ ഇങ്ങനെ നിലത്ത് വീണ് ചെതറി പൊട്ടുന്ന പോലെ നമ്മുടെ ഒരു അഹങ്കാരം എന്ന് പറയുന്ന സാധനം ഈ നിലത്ത് വീണ് അടിച്ച് പൊട്ടിത്തെറിക്കുകയാണ്. കാരണം നമ്മളൊന്നുമല്ലെന്നൊരു സ്റ്റേജിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചങ്ക് പൊട്ടാൻ തുടങ്ങുക. അത് കഴിഞ്ഞ് സിസ്റ്റർ ഇങ്ങനെ അടുത്തോട്ട് വരെ ഇതിങ്ങനെ കൂടി വരുവാണ്. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പറഞ്ഞു, ഇതുപോലെ ഞാനൊന്ന് കൺവേർട്ട് ചെയ്ത് വന്നൊരു വ്യക്തിയാണ്, ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അറിയാം, അമ്മ എന്നോട് പറഞ്ഞു നീ വന്നിട്ടുണ്ട്. അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സകല പിടുത്തവും വിട്ടിങ്ങനെ ഈ ചക്ക വെട്ടിയിട്ട പോലെ പൊത്തോന്നും പറഞ്ഞു വീണു. ശരിക്കും ഈ ഒരു മാതാവിൻ്റെ പ്രസൻസ് അവിടെ ഫീൽ ചെയ്തു. ശരിക്കും ആ പ്രസൻസിൻ്റെ മുമ്പിൽ നമ്മുടെ അഹങ്കാരത്തിൻ്റെ സകല കെട്ടുകൾ വഴിയും. ഇനി ഇവിടെ സുഗന്ധാഭിഷേകം കിട്ടി, അവിടെ സുഗന്ധാഭിഷേകം കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓടാറുണ്ട്. ഇനി മാതാവിൻ്റെ റിയൽ പ്രസൻസാണ് ഈ സംഭവം സംഭവിച്ചിരിക്കുന്നത്. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു, 3 കുഞ്ഞുങ്ങൾക്കാണ് പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ അവിടെ കൂടി നിന്നിരുന്ന 10-20,000-ഓളം ജനങ്ങൾ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി, അവർ അനുതപിക്കാൻ തുടങ്ങി. കാരണം അവരുടെ ഒരു അഹങ്കാരത്തെ അവർ തിരിച്ചറിയാൻ തുടങ്ങി. ഒരു പാപികളാണെന്ന് വലിയൊരു പാപബോധത്തിലേക്ക് അവർ നയിക്കപ്പെടാൻ തുടങ്ങി. ഞാനൊന്നും അല്ല എന്നൊരു തോന്നലിലേക്ക് നമ്മൾ നയിക്കപ്പെടും. പരിശുദ്ധ അമ്മയുടെ ആ ഒരു സാന്നിധ്യത്തിൽ അത് സംഭവിക്കും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ അത് സംഭവിക്കും. നമുക്കറിയാം, എലീശ പുണ്യവതി ഗർഭിണിയായ വിവരം കേട്ടിട്ട് നേരെ അമ്മ ചെന്നത്
അവരെ ശുശ്രൂഷിക്കാനാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ഉദരത്തിൽ കിടന്ന ശിശു പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു എന്നാണ് പറയുന്നത്. സ്നാപയോഹന്നാനിലേക്ക് അമ്മയുടെ വലിയൊരു പ്രസൻസ്, അമ്മയുടെ വലിയൊരു ഗ്രേസ് സ്നാപയോഹന്നാനെ പൊതിഞ്ഞിട്ട് ഈ അഹങ്കാരത്തിൻ്റെ ഒരു നുള്ളു പോലും സ്നാപകനിലില്ല. സ്നാപകൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സ്നാപകൻ പറഞ്ഞു, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. എൻ്റെ ഉള്ളിൽ ക്രിസ്തു വളരണം, എൻ്റെ ഉള്ളിൽ ക്രിസ്തു വളരണം, ഞാൻ കുറയണം. ഞാൻ എന്ന് പറയുന്നത് എൻ്റെ അഹങ്കാരമാണ്, എൻ്റെ അഹങ്കാരം, ഞാനെന്ന ഭാവമാണ്, എൻ്റെ രീതിയാണ്. എന്നിട്ട് സ്നാപകൻ പറയുന്നുണ്ട്, എന്നെ കഴിഞ്ഞും വലിയവൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. കാരണം അതാ എളിമയുടെ അങ്ങേ തട്ടെന്ന് പറയുന്നത്. മാറി നിൽക്കുകയാണ്. കാരണം കർത്താവിന് വഴിയൊരുക്കിയിട്ട് ഒരു ക്രെഡിറ്റും എടുക്കാതെ മാറി നിൽക്കുകയാണ്. കാരണം ഞാനല്ല വളരേണ്ടത്, അവനാണ് വളരേണ്ടത്. നമ്മുടെയൊക്കെയുള്ളിൽ ഞാനെന്ന ഭാവമല്ല വളരേണ്ടത്, ക്രിസ്തുവാണ് വളരേണ്ടത്. ആ ക്രിസ്തു വളരണമെങ്കിൽ എളിമയുടെ തട്ടിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കണം, നമ്മളെ തന്നെ തിരുത്താനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കണം. പണ്ടൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഒരു ദിവസം ഒരു വൈദികൻ്റെ അടുത്ത് ഞാൻ ചെന്നു. ഇന്ന് ശുശ്രൂഷയൊക്കെ തുടങ്ങിയ സമയമാണ്. അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മളെ എന്തെങ്കിലും പൊതിഞ്ഞ് പിടിക്കണം, നമ്മളെക്കുറിച്ച് മെസ്സേജുകളൊക്കെ ഇങ്ങനെ തകർത്ത് പറയണം. കാരണം നമ്മൾ അങ്ങ് ഭയങ്കര സംഭവങ്ങളൊക്കെ പിന്നീട് ചെയ്യും. ഇതൊക്കെ കേൾക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ പയ്യെ ഈ വൈദികൻ്റെ അടുത്ത് ചെന്നത്. നല്ലൊരു വിശുദ്ധനായ വൈദികനാണ്. ആ വൈദികൻ എൻ്റെ മുഖത്ത് നോക്കി ഒറ്റ മെസ്സേജ് പറഞ്ഞുള്ളൂ, ഫിലിപ്പി 3:10, നിന്നെക്കുറിച്ച് കർത്താവ് ഇത് മാത്രമേ പറയുന്നുള്ളൂ. കാരണം അത് വിശ്വാസത്തെ പ്രതി ദൈവത്തെക്കുറിച്ചുള്ള നീതി ഇതാണ്, അത് അവൻ്റെ സഹനത്തോട് തുലനം ചെയ്യുന്നതും അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുത്തുന്നതുമാണ്. എൻ്റെ കുഞ്ഞെ, നിന്നെ സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കർത്താവ് നയിക്കത്തുള്ളൂ. നമ്മൾ പിടിവിട്ടു പോയി. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ചെയ്തത്. എനിക്കെന്നിട്ട് ആ വൈദികനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയിട്ടില്ലായിരുന്നു. കാരണം ഞാൻ അച്ഛനെ എൻ്റെ മനസ്സിൽ കുറേ ചീത്തയും പറഞ്ഞു. ഈ മനുഷ്യന് വേറെ പണിയൊന്നുമില്ലേ, ഇയാൾക്ക് നല്ല കാര്യമെല്ലാം പറഞ്ഞ എന്നെ. അപ്പം ഒരു തിരുത്തൽ വരുമ്പോഴത്തേക്ക്, ഇതാണ് നിന്നെക്കുറിച്ച് കർത്താവ് പറയുന്നത് സ്ട്രിക്റ്റായിട്ട് പറയുമ്പോഴത്തേക്ക്, അന്ന് നമ്മുടെ ഉള്ളിൽ അഹങ്കാരമോ. കാരണം നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഒരാൾക്ക് അഹങ്കാരം ഉണ്ടോയെന്ന് നന്നായിട്ട് അറിയാം, ഒരു ചെറിയൊരു തിരുത്തൽ കൊടുത്താൽ മതി. കാരണം നമുക്കൊരു കാര്യം നമ്മളോട് പറയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു അഹങ്കാരമുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇനി നമ്മുടെ ജീവിത പങ്കാളിയെ അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഭർത്താവായ എനിക്ക് അഹങ്കാരിയായ ഒരു ഭർത്താവാണ് ഞാൻ. അപ്പോൾ നമുക്ക് ജീവിത പങ്കാളിയെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, മക്കളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു അപ്പൻ, അഹങ്കാരിയായ അപ്പനാണ് ഞാൻ. അഹങ്കാരം ഉള്ളിടത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഒരു അഹങ്കാരിയായ ഒരു മേലുദ്യോഗസ്ഥനാണ് ഞാൻ. എൻ്റെ താഴെയുള്ളവരെയൊക്കെ ഞാൻ അടിമയായിട്ടാണ് കണക്കാക്കി വയ്ക്കുന്നത്. അടിമയെ ഡീൽ ചെയ്യുന്ന പോലെ അവരോട് ഞാൻ ഡീൽ ചെയ്യുന്നത്. അവരെ ഒന്നും ഞാൻ ബഹുമാനം കൊടുക്കുന്നില്ല അവർക്കൊന്നും. അങ്ങനെയുണ്ടെങ്കിൽ ഞാനൊരു അഹങ്കാരിയായ ഒരു മേലുദ്യോഗസ്ഥനാണ്. ഇനി തലപ്പത്തുള്ളവരെ നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ എനിക്ക് അഹങ്കാരമോ. നമ്മൾ ഇവരാരാ നമ്മളെ വന്ന് തിരുത്താനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങ് ഭയങ്കര സംഭവം ആക്കിയിട്ട് നമുക്കൊരു മാറ്റം വരത്തില്ല, നമുക്കൊരു ചേഞ്ച് ഉണ്ടാവത്തില്ല. പക്ഷെ അതിനല്ല എളിമപ്പെടൽ എന്ന് പറയുന്നത്. എളിമപ്പെടൽ എന്ന് പറയുന്നത് നമ്മളെ തന്നെ തിരുത്തി നമ്മളൊരു യൂസ്ഫുൾ സിറ്റിസൺ ഫോർ അവർ സൊസൈറ്റി, ഫോർ അവർ ചർച്ച്, ഫോർ അവർ ഫാമിലി, ഫോർ അവർ കമ്പനി, അതിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് ശരിക്കും അത് എളിമയുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ എത്രമാത്രം ഉയർത്തുന്നോ, ദൈവം എത്രമാത്രം ഉയർത്തുന്നോ, അത്രയും നമ്മളൊരു ഹംബിൾനെസ്, അതിലേക്ക് പതുക്കെ ഇങ്ങനെ ഇറങ്ങി താഴെ എത്തണം. കാരണം അന്ത്യത്താഴ വേളയിൽ നമ്മൾ കണ്ടില്ലേ, യേശുമിശിഹ പത്രോസിൻ്റെയൊക്കെ പാദം കഴുകിയിട്ട് പാദത്തിൻ്റെ അടിയിലാണ് ചുംബിച്ചത്. നമ്മളിപ്പം പള്ളിയിലൊക്കെ കാണുന്ന പോലെ പാദത്തിൻ്റെ പുറത്തൊന്നുമല്ല ചുംബിച്ചത്, പാദത്തിൻ്റെ അടിയിലാണ് ചുംബിച്ചത്. അടിയിൽ. കാരണം അത്രമാത്രം താന്നു. പരിശുദ്ധ അമ്മയുടെ കാര്യം ഒന്ന് എടുത്ത് നോക്കിക്കേ. പരിശുദ്ധ അമ്മയാണ്, യേശുവിൻ്റെ മാതാവാണ്, യേശുവിൻ്റെ അമ്മയാണ്, ദൈവപുത്രൻ്റെ അമ്മയാണ്. എന്തുമാത്രം വലിയൊരു ക്രെഡിബിലിറ്റി, ഒരു സ്ഥാനം കിട്ടുന്ന ഒരു പൊസിഷനായിരുന്നു അത്. പക്ഷേ അമ്മ വെളിച്ചത്ത് വന്നോ? വന്നിട്ടില്ല. കാരണം അങ്ങനെ ഞാൻ ഓർക്കുകയാണ്, ഇങ്ങനെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന സമയത്താണ് ഗബ്രിയേൽ ദൂതൻ വന്ന് പറയണത്, നീ ഗർഭിണിയാവും, ഒരു പുത്രനെ പ്രസവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ എലീശ പുണ്യവതിച്ചെന്ന് കാണാൻ പോവുക.
കാണാൻ പോയിട്ട് തിരിച്ചു വരുന്ന നിറവയറോടെയാണ്. 4-5 മാസം ശുശ്രൂഷ ചെയ്തിട്ട് നിറവയറോടെ വരുന്ന പരിശുദ്ധ അമ്മയെ കണ്ടിട്ട് ഔസേപ്പിതാവിന് ചങ്ക് പൊട്ടി. കാരണം ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഔസേപ്പിതാവിൻ്റെ മുമ്പിൽ നിറവയറോടെയാണ് വന്നത്. വേണമെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമായിരുന്നു, ഇതിങ്ങനെയാണ്, ഇങ്ങനെയാണ്. പക്ഷേ പരിശുദ്ധ അമ്മ ആ ദൈവപിതാവിൻ്റെ അടുത്ത് വിധേയപ്പെട്ട് മാറി നിന്നു. കാരണം പിതാവ് ചെയ്തോട്ടെ, പിതാവ് പറഞ്ഞോട്ടെ, കർത്താവ് വെളിവാക്കി കൊടുത്തോട്ടെ, ദൈവത്തിൻ്റെ ദൂതൻ ചെയ്തോട്ടെ, ഞാൻ എന്തിനാ ക്രെഡിബിലിറ്റി എടുക്കുന്നത്? അമ്മ മാറി നിൽക്കുക. ശരിക്കും ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കുരിശിൻ്റെ ചോട്ടിൽ വെച്ചിട്ട്, കുരിശിൻ്റെ ചോട്ടിൽ അമ്മ നിൽക്കുമ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് യോഹന്നാനോട് പറയുന്നുണ്ട്, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ നമ്മൾ വചനത്തിലേക്ക് കേൾക്കുന്നുണ്ട്, അവൻ അമ്മയെ അവൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു, അവൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചെന്നാണ്, ഹൃദയത്തിൽ സ്വീകരിച്ചു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ സ്നാപക യോഹന്നാനിൽ എലീഷയുടെ ഉദരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്നാപക യോഹന്നാനെ പൊതിഞ്ഞതുപോലെ തന്നെ ആ കുരിശിൻ്റെ ചോട്ടിൽ വെച്ച് തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പൊതിയുക. ആ കുരിശ് അതിൻ്റെ തലേ ദിവസം ഈ യോഹന്നാൻ തന്നെ കർത്താവിനോട് അടിയുണ്ടാക്കിയതാണ്, യോഹന്നാനും യാക്കോബും കൂടി. മറ്റു ശിഷ്യന്മാരെക്കാട്ടിലും വലിയവരാണെന്നുള്ള ചിന്ത, അത് അഹങ്കാരത്തിൻ്റെ ഒരു ധ്വനിയാണല്ലോ. കാരണം മറ്റുള്ളവരെക്കാളിലും ഞാൻ എന്തോ ആണ്, മറ്റുള്ളവരെ കഴിഞ്ഞ് ഞാൻ എന്തോ ആണ്. അപ്പോൾ ആ ഒരു അഹങ്കാരത്തിൽ ഈശോയോട് ചെന്നിട്ട് ഈ യോഹന്നാനും യാക്കോബും പറയുന്നുണ്ട്, നീ സ്വർഗത്തിൽ ഉപവിഷ്ടനായിരിക്കും, നിൻ്റെ രാജ്യത്തിൽ സിംഹാസനത്തിൽ നീ ഉപവിഷ്ടനായിരിക്കുമ്പോൾ എന്നെ വലതുഭാഗത്തും എൻ്റെ സഹോദരനെ ഇടതുഭാഗത്തും ഇരുത്തണം. ആ പറച്ചിലിൽ തന്നെ ഒരു അഹങ്കാരത്തിൻ്റെ ധ്വനിയാണ്. അങ്ങനെ ഒരു അഹങ്കാരത്തിൽ നിന്നിരുന്ന ഈ യോഹന്നാൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, എളിമയെന്ന സാന്നിധ്യം, അനുതാപം എന്ന സാന്നിധ്യം, പശ്ചാത്താപം എന്ന സാന്നിധ്യം കൊണ്ട് അങ്ങോട്ട് മൂടിക്കഴിഞ്ഞിട്ട് ഈ ഉയർപ്പ് ഞായറാഴ്ച ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ഉയർപ്പ് ഞായറാഴ്ച ഈ മഗ്ദലേന മറിയം ഓടി വന്ന് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ പത്രോസും യോഹന്നാനും കൂടി ഓടുക. കാരണം യോഹന്നാൻ യങ്ങാണ്. അപ്പം യോഹന്നാൻ ഓടി ഈ കല്ലറയുടെ മൂലക്കെത്തി. കാരണം ഓടി മൂലക്കെത്തിയപ്പോഴാണ് യോഹന്നാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ ഈ പെസഹ വ്യാഴാഴ്ച കർത്താവിൻ്റെ കൂടെ അടിയുണ്ടാക്കിയ ഒരു അഹങ്കാരിയായ, കർത്താവിൻ്റെ അടുത്ത് വാശി പിടിച്ച അഹങ്കാരിയായ ശിഷ്യനല്ല. കുരിശിൻ്റെ ചുവട്ടിൽ എൻ്റെ അമ്മയെ കർത്താവ് എനിക്ക് തന്നതാ. ആ അമ്മയുടെ എളിമ എൻ്റെ ഉള്ളിൽ നിറഞ്ഞതാ. അതുകൊണ്ട് യോഹന്നാൻ അവിടെ നിൽക്കുക. കാരണം സഭയുടെ അധികാരം കിട്ടിയ പത്രോസ്, പ്രായമായ മനുഷ്യൻ, പുറകിൽ പതുക്കെ നടന്നു വരുന്നുണ്ട്. അധികാരത്തിന് വിധേയപ്പെടുന്ന ഒരു യോഹന്നാൻ വഴി മാറിക്കൊടുക്കുകയാണ്. പത്രോസ് ആദ്യം ചെന്ന് കല്ലറയിൽ കണ്ട് സ്ഥിരീകരിച്ച് ബോധ്യപ്പെട്ടു. അതിനുശേഷം യോഹന്നാനും ചെന്ന് കണ്ട് സ്ഥിരീകരിച്ചു. അതാണ് എളിമപ്പെടൽ, അതാണ് മാറ്റം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്. തലപ്പത്തുള്ളവരെ അനുസരിക്കാൻ നമുക്ക് തയ്യാറാവണം. നമുക്ക് മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെ മാറ്റം വരുമ്പോഴാണ് നമ്മൾ വളരുന്നത്. കാരണം ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവാണ് വളരുന്നത്. കാരണം ഒരു മനുഷ്യൻ്റെ പാദത്തിൻ്റെ അടി വരെ ചുംബിക്കാനുള്ള എളിമയുള്ള ഒരു ക്രിസ്തുവിൻ്റെ നാമം പേര് നടക്കുന്ന നമുക്ക് ഒരു എളിമയും ഇല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടാൻ യോഗ്യരാണോ? പലപ്പോഴും ഞാൻ യോഗ്യനായിട്ടില്ല. കാരണം ഇപ്പോഴും പല മേഖലകളിലും ഈ അഹങ്കാരത്തിൻ്റെ മുള്ളുകൾ ഇങ്ങനെ കുത്തുന്നുണ്ട്, ഉള്ളിൽ നിന്ന് കുത്തുന്നുണ്ട്. ആ മുള്ളുകളെയൊക്കെ ഒട്ടിക്കണം. എളിമയെന്ന പുണ്യം കൊണ്ട് ഒട്ടിക്കണം. അതൊരു സ്വയം തിരുത്തലാണ്. അതിലേക്ക് വരണം. കാരണം വിശുദ്ധരുടെയൊക്കെ ജീവിതം എടുത്തു നോക്കിയേ, അവരൊക്കെ ഒരു ഇട്ടാവട്ടത്ത് ജീവിച്ചവരാ. പുറംലോകം അറിയരുത് അവർ ജീവിക്കുന്നത് എന്ന് ആഗ്രഹിച്ചവരാ. അങ്ങനെ വാശി പിടിച്ച് ജീവിച്ചവരാ. ഒരിക്കൽ ഒരു ഗുരുവിനോട് ഒരു ശ്രേഷ്ഠൻ ചെന്ന് ചോദിച്ചു, ആത്മീയ ഉന്നതി പ്രാപിക്കാൻ ഒരു വചനം പറഞ്ഞു തരുമോ? ആ ഗുരുവിൻ്റെ പേര് ദൊറോത്തിയോസ് എന്നാണ്. ആ ദൊറോത്തിയോസ് എന്ന് പറഞ്ഞ ഗുരു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദൊറോത്തിയോസ് എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ നീ അങ്ങോട്ട് പോവരുത്. കാരണം നമ്മളിലേക്ക് നമ്മൾ ആകർഷിക്കരുത്. നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മിണ്ടാതങ്ങ് പൊയ്ക്കൊള്ളുക. ശരിക്കും ഇങ്ങനെയാണ് നമ്മുടെ ശുശ്രൂഷകൾ, കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കരങ്ങളിലൂടെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ കരങ്ങൾ നമ്മൾ വിരിച്ച് പിടിച്ച് ചെയ്യുക. ഈ നോട്ടം കർത്താവിലേക്കായിരിക്കുക. മുകളിലോട്ട് മാത്രം നോക്കുക. അപ്പോൾ നമ്മളൊരു കുരിശ് പോലെയാണ് നിൽക്കുന്നത്. കുരിശ് പോലെ നിന്ന് ആ കർത്താവിനെ മാത്രം നോക്കി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അത് ആര് വാങ്ങിക്കുന്നു നമ്മൾ നോക്കുന്നില്ല. അത് സ്വീകരിക്കേണ്ടവരൊക്കെ അത് എടുത്തുകൊള്ളട്ടെ.
നമ്മുടെ കരങ്ങളിൽ നിന്ന് അത് സ്വീകരിച്ചു കൊള്ളട്ടെ, ആക്സെപ്റ്റ് ചെയ്ത് കൊള്ളട്ടെ. എന്നിട്ട് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്നൊക്കെ പറയുന്നത് പോലെ ആ കർത്താവിനെ മാത്രം നോക്കി, കർത്താവിനോട് മാത്രം ചോദിച്ച്, കർത്താവിനോട് മാത്രം ഫീഡ്ബാക്ക് ചോദിച്ച്, കർത്താവിനോട് മാത്രം അഭിപ്രായം ചോദിച്ച്, ആ യേശുവിനെ മാത്രം കണ്ട് യേശുവിലേക്ക് വളർന്ന് നമുക്ക് പോകാം. എൻ്റെ ഉള്ളിലെ ഈ എന്നെ ഇങ്ങനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാം. അതാ സ്നാപയോഹന്നാൻ പറയുന്നത്, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. അങ്ങനെ ജീവിച്ചവർ പറയും, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. കർത്താവേ, നീ എൻ്റെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറയും എന്നെ ഭാഗ്യവാൻ എന്ന് വിളിക്കും, ഭാഗ്യവതി എന്ന് വിളിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും. ഇതാണ് വിശുദ്ധരുടെ ജീവിതത്തിൽ. ഒരു ഇട്ടാവട്ടത്ത് ആരും അറിയപ്പെടാതിരുന്ന വിശുദ്ധകൾ ഇന്ന് അൾത്താരയിൽ വണങ്ങപ്പെടുന്ന, ലോകം മൊത്തം അറിയുന്ന, തലമുറകളോളം വാഴ്ത്തുന്ന വ്യക്തിത്വങ്ങളായിട്ട് ദൈവം അവരെ ഉയർത്തുന്നു. നമുക്കും അതുപോലെ വിശുദ്ധരാവാം. വിശുദ്ധരാവാനുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത് എളിമപ്പെടലാണ്, സ്വയം തിരുത്തലാണ്. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എളിമയുടെ നിറകുടമേ, ഞങ്ങൾ എളിമപ്പെടാൻ വേണ്ടി അമ്മ സഹായിക്കണമേ. തിരുത്തലുകൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അതിനുള്ള ഒരു താഴ്മ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ തരണമേ. അമ്മയെ സഹായിക്കണമേ. ആമേൻ.